ഇപ്പോൾ ബീട്രൂട്ട് നമുക്ക് എപ്പോഴും തോരനൊക്കെ വെച്ച് കഴിക്കാൻ വലിയ ഇഷ്ടമാണ്. അപ്പോൾ നമ്മളെപ്പോഴും ബീട്രൂട്ട് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ടോപ്പ് ഉണ്ടല്ലോ, നമ്മളെപ്പോഴും മുറിച്ച് കളയുന്ന ആ ഒരു ഭാഗം, അങ്ങനെ ആ മുറിച്ച് കളയുന്ന ആ ഒരു ഞെട്ട് നമ്മളെപ്പോഴും മണ്ണിൽ കുഴിച്ചിടാറുണ്ട്. അങ്ങനെ മണ്ണിൽ കുഴിച്ചിട്ട് കഴിയുമ്പോൾ നമുക്കതിൻ്റെ ഇലകൾ ഇപ്പം മുളച്ചതൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അത് കിട്ടും കേട്ടോ. പിന്നെ കുറേയൊക്കെ അത് കിട്ടില്ല, എന്നാലും മിക്കവാറും എല്ലാം തന്നെ നമുക്ക് അത് ഇലയായിട്ട് കിട്ടും. അപ്പോൾ ആ ഇലയാണിത്. അപ്പോൾ അങ്ങനെ മോൾഭാഗം മുറിച്ച് വെക്കുന്ന ഒരു ഇല പിന്നെ നമുക്ക് കറി വയ്ക്കാനായിട്ട്, തോരനൊക്കെ വയ്ക്കാനായിട്ട് എടുക്കാം. അപ്പോൾ ഞാനിത് സ്പഗേറ്റിയിൽ ഇടാനായിട്ട് ഞാൻ എടുക്കുന്നതാണ്. അപ്പോൾ അത് വളരെ ഭംഗിയായിട്ട് തന്നെ വളർന്നു വരും കേട്ടോ. അതൊക്കെ വളർന്നു വന്ന് നിൽക്കുന്നതാണ്. ഇതൊക്കെ അതിന് മുകളിൽ ശരിക്കും പൂവൊക്കെ ഇട്ടു നിറച്ചും. അപ്പം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ വളർന്നു വരും. അപ്പോൾ ഞാൻ അങ്ങനെ അതിൻ്റെ എപ്പോഴും കളയുന്ന ഒരു ഭാഗം ഞാൻ എപ്പോഴും മണ്ണിൽ കുഴിച്ചിടാറുണ്ട്. അങ്ങനെ നമുക്ക് ബീട്രൂട്ട് ഇല കറി വയ്ക്കാനായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരുപാട് ബീട്രൂട്ടിൻ്റെ ഇല നമുക്ക് മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് എപ്പോഴും അരിഞ്ഞിട്ട് നമുക്ക് ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും സ്പഗേറ്റിയിൽ ഇടാനാണ് എടുക്കാറ്. അപ്പോൾ അത് വളരെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതായതുകൊണ്ട് തന്നെ ഓർഗാനിക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. വളരെ ഹെൽത്തിയുമാണ്, അതുപോലെ നല്ല രുചിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ ഇതുപോലെ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് നമ്മൾ ട്രൈ ചെയ്തതാണ്. അപ്പോൾ അത് ശരിക്കും വർക്കൗട്ടായി. അപ്പോൾ നമ്മൾ സ്പഗേറ്റി ഉണ്ടാക്കുമ്പോഴായാലും തോരനൊക്കെ ഉണ്ടാക്കുമ്പോഴായാലും നല്ല കളർഫുള്ളായിട്ടും അതുപോലെ നല്ല രീതിയിൽ തന്നെ ബീട്രൂട്ടിൻ്റെ ശരിക്കും ഗുണങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇനി മുതൽ ബീട്രൂട്ടിൻ്റെ ഞെട്ടി വെറുതെ കളയല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ്പ് ഓൺ വാച്ചിങ് ഗ്രേസ് എ സ്മോൾ വേൾഡ്.